ഇത് നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത അൽഫാമാണ് കേട്ടോ. വീട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെയാണ് അരച്ചെടുത്തത്. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, തൈര് ഇതെല്ലാം കൂടി ചേർത്ത് വിനാഗിരി ഒഴിച്ചിട്ടാണ് നമ്മൾ മസാല അരച്ചെടുത്തത്. അതിനുശേഷം നമ്മൾ ചിക്കനെല്ലാം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം നമ്മൾ നന്നായി കഴുകിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അരപ്പിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി. രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുവരെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചിക്കൻ എടുത്ത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എയർ ഫ്രയറിലാണ് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തത്. നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് നമ്മൾ 8 പീസായിട്ടാണ് ചിക്കൻ മുറിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നമ്മൾ പച്ചമുട്ടയിലാണ് മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല തിക്ക് മയോണൈസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കി ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഗ്രിൽഡ് ചിക്കനും മയോണൈസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.